കായംകുളത്തും മൈക്രോ ഫിനാൻസിന്റെ പേരിൽ SNDP യൂണിയൻ തട്ടിപ്പ് നടത്തിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. സാധാരണക്കാരായ നിരവധി പേർക്ക് അമിത പലിശയ്ക്ക് പണം നൽകി. ഒപ്പം തന്നെ ഇവരൊക്കെ ഇപ്പോൾ ബാങ്കിന്റെ ജപ്തി ഭീഷണിയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആദ്യം അവരുടെ വാക്കുകളിലേക്ക്. 4 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തായിരുന്നു. ഞങ്ങൾ 16 പേരായിരുന്നു. 16 പേരും അതൊരു മാസം തോറും 1200 രൂപ വെച്ച് ഞങ്ങൾ അടച്ചു തീർന്ന് ക്ലോസും ചെയ്ത് അടുത്ത ലോണും ഞങ്ങൾക്ക് ശാഖയായിട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്ത് തന്നു കഴിഞ്ഞതിന് ശേഷമായി ഈ ഫോം ഞങ്ങൾക്ക് അയക്കുന്നത് കുടിശ്ശികയുണ്ടെന്നും പറഞ്ഞു. അതിൻ്റെ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. അടച്ച കാശ് അവർ യൂണിയൻ കായംകുളം ഈ SNDP യൂണിയൻ അവിടെയല്ലേ അടച്ചത്. അവരാ കാശ് എടുത്തിരിക്കുന്നത്. അവരൊക്കെ ബാങ്കിന് അടയ്ക്കണം. ബാങ്കിന് ഇപ്പോൾ എങ്ങനെ ആയാലും കാശ് കിട്ടിയല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ ബാങ്കിൽ അടയ്ക്കേണ്ട കാശ് ഇവർ യൂണിയൻ ഓഫീസിൽ അടപ്പിച്ചിട്ട് യൂണിയൻ ഓഫീസുകാർ ആ കാശ് അടയ്ക്കാതിരുന്നത് ബാങ്കില്. വെള്ളാപ്പള്ളിയുടെ താഴോട്ടുള്ളവന്മാരായവന്മാർ അതെ. ഈ വേലഞ്ചർ സുകുമാരനൊക്കെ അതിന്റെ പ്രസിഡന്റാ. കായംകുളം യൂണിയന്റെ പ്രസിഡന്റാ വേലഞ്ചർ സുകുമാരനെ, പ്രദീപ് ലാല്. അപ്പൊ ഈ വലിയ കള്ളന്റെ ചെറിയ കള്ളന്മാര് അല്ലയോ? വലിയ കള്ളൻ മേളെ കണിച്ചുക്കളങ്ങര കള്ളൻ, ഇത് അതിന്റെ ചെറിയ കള്ളൻ വേലഞ്ചര കള്ളനും ഒക്കെ. അത് തട്ടിപ്പെന്നുള്ള ഉറപ്പായി. ജാമ്യ SNDP അത് മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞുണ്ടല്ലോ SNDPയുടെ. അവര് ബാങ്കിന് അടുത്ത് വന്ന് അവര് തിരിച്ചടച്ച് അവർ തന്നെ അങ്ങ് എടുത്ത് ബാങ്കിനെ കബളിപ്പിച്ചു. അത്രേ ഉള്ളു കാര്യം. SNDP ബാങ്കിനെ കബളിപ്പിച്ചു, അല്ല വേറെ കാര്യമൊന്നുമില്ല. അല്ല ഏതായത് സാധാരണക്കാർ പെണ്ണുങ്ങള്, ഇവിടെ ഒരു പുരോഗത്തെ ഒന്നും അറിയാൻ വയ്യാത്ത പെണ്ണുങ്ങള്. SNDPയുടെ ഭാഗത്ത് തന്നെ SNDP എന്ന് പറയുമ്പോൾ SNDP ഒരു സമുദായ സംഘടന. അതിനകത്ത് കൊള്ളരാത്തവന്മാരുണ്ട്. അനുപ്പം ചെയ്യാനൊക്കും അല്ല SNDP എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന കൊള്ളരാത്തവന്മാർ ചെയ്ത പണി 12% വെച്ചാൽ അവരുടെ ഈടാക്കുന്നത്. 2% ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അതല്ലേ ബാങ്കിൽ അടപ്പിക്കത്തില്ല ഇവരെ കൊണ്ട് യൂണിയൻ ഓഫീസിൽ അടപ്പിക്കുന്നതിന്റെ കാര്യം അവരാ പലിശ തീരുമാനിക്കുക. മനസ്സിലാവും. ബാങ്കിൽ നിന്ന് കൊടുക്കും. അപ്പം 10% പലിശയോളം കൂടുതൽ മേടിച്ച് പോരാഞ്ഞിട്ട് പിന്നെ ബാങ്കിന് കാശ് അടച്ചില്ല. അതിനിപ്പോൾ ഈ സാധാരണക്കാരൻ ചെയ്യാനാ? ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, വയനാട്ടിലെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് പിറകെ ഇപ്പോൾ കായംകുളത്തും SNDP യൂണിയൻ ഇത്തരത്തിൽ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയെന്നുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? സൗമ്യ, സാധാരണക്കാരായിട്ടുള്ള ശ്രീനാരായണീയരെയാണ് കോടികളുടെ ബാധ്യതയിലേക്ക് കൊണ്ട് യൂണിയൻ എത്തിച്ചിരിക്കുന്നത്. ഏകദേശം ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ പണം പലിശയ്ക്ക് വാങ്ങിയിട്ട് അവരുടെ പണം ബാങ്കിൽ അടയ്ക്കാതെ തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് പലരും സത്യാവസ്ഥ അറിയുന്നത്. ഇവർ ഉടൻ തന്നെ ശാഖാ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ ശാഖാ യൂണിയനിലുള്ളവർ ഇവരുടെ കയ്യിൽ നിന്നും ബാങ്കിന്റെ പേപ്പറുകളൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ പണം അടച്ചോളാം എന്നാണ് യൂണിയൻ ഭാരവാഹികൾ നൽകുന്ന മൊഴി. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണമെടുത്ത് ചിലവഴിച്ചു എന്ന് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പണം കൊടുക്കുകയും അവർ കൃത്യമായിട്ട് പണം പലിശ സഹിതം, അതായത് അമിത പലിശ സഹിതം അത് തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടും അത് ബാങ്കിലേക്ക് എത്തിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് യൂണിയൻ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് അടക്കമുള്ള യൂണിയൻ ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും നമ്മൾ മറ്റ് ജില്ലകളിലൊക്കെ കണ്ട പോലെ കായംകുളത്തും, അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം ജില്ലയിലും വ്യാപകമായിട്ട് ശ്രീനാരായണ തട്ടിപ്പിനിരയായി എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. ഷാജഹാൻ, ഇവിടെ 12% പലിശയ്ക്ക് ആണ് പണം നൽകിയിരിക്കുന്നതെന്ന് തട്ടിപ്പിന് ഇരയായവർ നൽകുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. മാത്രവുമല്ല, ഈ പണം അവർ നൽകുകയും എന്നാൽ SNDP യൂണിയൻ ഇത് ബാങ്കിൽ അടയ്ക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ജപ്തി ഭീഷണി വന്നിരിക്കുന്നതെന്നുമാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായവർ SNDP യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടില്ലേ? അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും സൗമ്യ, ഇത്തരത്തിൽ അവർക്ക് യാതൊരുവിധ മുൻവിധിയും ഇല്ലാതെയാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. ഇവരെടുത്ത പണത്തിന്റെ പലിശ സഹിതം, അതായത് അമിത പലിശ സഹിതം ബാങ്കിന് അടച്ചിട്ട് പോലും ആ പൈസ ബാങ്കിൽ അടയ്ക്കാൻ യൂണിയൻ ഭാരവാഹികൾ തയ്യാറായില്ല.
ഇതേ തുടർന്നാണ് നൂറുകണക്കിന് വരുന്ന അല്ലെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന ശ്രീനാരായണീയർക്ക് ഇതുപോലെ ബാങ്കിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. ഈ നോട്ടീസുമായി ബന്ധപ്പെട്ടവരെ കാണാൻ ഇവർ യൂണിയൻ ഓഫീസിൽ ചെന്നു. ഈ നോട്ടീസുകളൊക്കെ തന്നെ അവർ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ബാങ്കിന്റേതായിട്ടുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോകും. കാരണം ബാങ്കിന് കിട്ടാനുള്ള പണം കിട്ടിയില്ലെങ്കിൽ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് പോകും. പക്ഷെ ഇതിന്റെ അകത്ത് ഇപ്പോൾ ബലിയാടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ഈ ശ്രീനാരായണീയരാണ്. SNDPയുടെ പേരിൽ അല്ലെങ്കിൽ ഗുരുവിന്റെ പേരിൽ നടത്തുന്ന വ്യാപകമായിട്ടുള്ള തട്ടിപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഷാജഹാൻ, വയനാട്ടിൽ നടന്ന ഇത്തരത്തിലുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ വാർത്തകൾ നമ്മൾ തന്നെ നൽകിയിരുന്നു. സംസ്ഥാനത്തിന്റെ ഉടനീളം പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് വാർത്തകൾ മൈക്രോ ഫിനാൻസ് SNDP യൂണിയൻ നടത്തുന്ന മൈക്രോ ഫിനാൻസിന്റെ പേരിലുള്ള തട്ടിപ്പ് വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോൾ കായംകുളത്ത് നിന്നും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതൊരു തുടർക്കഥയാവുന്ന സംഭവമാവുകയാണോ? തീർച്ചയായിട്ടും. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് ക്രമക്കേട് നടന്നു എന്നുള്ള വാർത്ത ശരിവെക്കുന്നതാണ്, അല്ലെങ്കിൽ VS നേരത്തെ നടത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ പരാതികൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇതിൽ 1-2 പേർ മാത്രമാണ് ഇത്തരത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായത്. മറ്റുള്ളവർക്ക് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വിവാഹം, ഇത്തരം കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ SNDPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശക്തമായ ഇടപെടലും അല്ല അവരുടെ സഹായവും ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും ഇവരെ അകറ്റി നിർത്തുന്നത്. പക്ഷേ ചിലർ മാത്രമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നത്. കാരണം അവർക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ കിടപ്പാടം പോലും ബാങ്ക് ജപ്തി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ് അവർ ഈ കാര്യം ജനങ്ങൾ അറിയണം അല്ലെങ്കിൽ ലോകം അറിയണം എന്നൊരു ധാരണയോടുകൂടി അവരിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത്. ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു പറയാൻ ഈ സാധാരണക്കാർ പലപ്പോഴും പേടിക്കുകയാണ്. അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഭീഷണികൾ അവർക്ക് മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കായംകുളത്തെ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇവിടെ എത്ര ആൾക്കാർ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്? സൗമ്യ, 100 കണക്കിന് ആളുകൾ ഇത്തരത്തിൽ വ്യാപകമായിട്ട് തട്ടിപ്പിന് ഇരയായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് തട്ടിപ്പിന് ഇരയായവർ നമുക്കറിയാം SNDPയുമായും അല്ലെങ്കിൽ ശാഖാ യോഗങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തി നിരന്തരം ശാഖയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തി വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ജപ്തി നടപടികളുടെ അല്ലെങ്കിൽ അതിന്റെ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ SNDP യൂണിയൻ നേതൃത്വത്തെയാണ് സമീപിക്കുക. ആ സാഹചര്യത്തിൽ ഇവർ ഈ നോട്ടീസുകൾ വാങ്ങി വെച്ച് നിങ്ങളിത് പുറത്തു പറയേണ്ട, ഇത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് പലർക്കും. അതുകൊണ്ട് തന്നെ ഷാജഹാൻ ദയവായി തുടരുക. ഇപ്പോൾ കായംകുളം SNDP യൂണിയന്റെ സെക്രട്ടറി പ്രദീപ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, കായംകുളത്ത് ഇത്തരത്തിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് SNDP യൂണിയന്റെ പേരിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അമിതമായ പലിശയ്ക്ക് പണം നൽകുകയും ഈ പലിശ അവർ SNDP യൂണിയന് കൈമാറുകയും എന്നാൽ ഇത് ബാങ്കിന് കൈമാറാൻ SNDP യൂണിയൻ വീഴ്ച വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ പേരിൽ ഈ സാധാരണക്കാർ ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇവിടെ സാമ്പത്തിക ക്രമക്കേടൊന്നും ഉണ്ടായിട്ടില്ല കായംകുളം യൂണിയനിൽ. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ആസ്ഥാന മന്ദിരം വാങ്ങിയ സംബന്ധിച്ച് അല്പ സാമ്പത്തിക കൂടുതൽ നമ്മൾ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പണം എല്ലാ യൂണിറ്റുകളിൽ നിന്ന് വരുന്നവരുടെന്ന് ബാങ്കിൽ അടയ്ക്കുന്നതിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഇന്നല്ല, വർഷങ്ങളായി തുടങ്ങിയതാ. അത് കുറച്ച് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക. എല്ലാ ശാഖാ ഭാരവാഹികൾക്കും അത് വ്യക്തമായി ബോധ്യമുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു ജപ്തി ഭീഷണി ഉണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഒരു ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി ഉണ്ടായിട്ടില്ല. ബാക്കി സാധാരണഗതിയിൽ അയക്കുന്ന നോട്ടീസ് മാത്രമേ ബാങ്കിൽ നിന്ന് അയച്ചിട്ടുള്ളൂ. അങ്ങനെ ഇത് വർഷങ്ങളായി നടന്നു വരുന്ന സംഭവമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പണം കൃത്യമായിട്ട് അവിടെ അടയ്ക്കുന്നുണ്ട്. പ്രദീപ്, ഇവിടെ SNDP യൂണിയൻ എത്ര ശതമാനം പലിശയ്ക്കാണ് ഇവർക്ക് വായ്പ നൽകിയിരിക്കുന്നത്? നമ്മൾ ബാങ്കിൽ എടുക്കുന്ന 12% പലിശയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് 1 രൂപ എടുക്കത്തില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രദീപ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ജപ്തി ഭീഷണി നേരിടുന്നില്ല, ഇത്തരത്തിൽ ഒരു ബാങ്കും ഇത്തരത്തിൽ ജപ്തി ഭീഷണിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ തട്ടിപ്പിന് ഇരയായവരുടെ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ബൈറ്റ് താങ്കൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അല്ല, തട്ടിപ്പ് പറയാതെ തട്ടിപ്പ് നടന്നിട്ടില്ല. അല്ല, പിന്നെ എങ്ങനെ ജപ്തി ഭീഷണി വന്നു? സാധാരണക്കാർക്ക് അമിതമായ പലിശയ്ക്ക് നൽകുന്നു. ഈ സാധാരണക്കാർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം പലിശയായിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇത് കൃത്യസമയത്ത് ബാങ്കിൽ എത്തുന്നില്ല. അതാണ് ഇപ്പോൾ ജപ്തി ഭീഷണിക്ക് കാരണമായിരിക്കുന്നത്. അല്ല, നമ്മുടെ കായംകുളത്ത് ആസ്ഥാന മന്ദിരം വാങ്ങിച്ച് ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യത നമുക്ക് വന്നിട്ടുണ്ട്. ആ ബാധ്യത എല്ലാ 35 ലക്ഷം രൂപയുള്ള യൂണിറ്റിൽ നമുക്ക് കുടിശ്ശിക കിട്ടാനുണ്ട്.
ആ കുടിശ്ശിക കിട്ടുമ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് നമ്മൾ പൈസ അടയ്ക്കുമ്പം സ്വാഭാവികമായും നമ്മൾ ഒരു മാസം വരുന്ന പൈസ അടയ്ക്കുമ്പോൾ അത് ഡിവൈഡ് ചെയ്ത് എല്ലാ യൂണിറ്റുകൾക്കുമാണ് ബാങ്കുകാരിടുന്നത്. അപ്പൊ അടച്ചവർക്കും അടയ്ക്കാത്തവർക്കും ആ തുക അടയുന്നുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചത്. 35 ലക്ഷം രൂപയോളം നമുക്ക് മൈക്രോ ഇനത്തിൽ നമ്മുടെ വനിതകൾ വാങ്ങിയത് കുടിശ്ശിക വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം എല്ലാവരും ഇങ്ങനെ കുടിശ്ശിക ഉണ്ടാകുന്നതാ. അതിപ്പോ പിരിച്ച് നമ്മളിപ്പോ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തട്ടിപ്പം അങ്ങനെ ഒരു കാര്യം കാര്യങ്ങളും നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ജപ്തി ഭീഷണി നേരിടുന്നവരെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? ഒറ്റപ്പെട്ടതാണെങ്കിലും ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ പുറത്തു വരുന്നു. ബാക്കിയുള്ളവർക്ക് പ്രതികരിക്കാൻ ഒരു പക്ഷേ പേടിയുള്ളതുകൊണ്ടാകാം. അങ്ങനൊന്നുമില്ല. ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ശാഖാ സെക്രട്ടറിമാർ വന്ന് പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ പണം ആ നിമിഷം തന്നെ അടയ്ക്കാറുണ്ട്. ഒരു കക്ഷിക്ക് പോലും ഒരു നടപടി ബാങ്കിൽ നിന്ന് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ജപ്തി ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അത് തെറ്റായ റിപ്പോർട്ടാ. അങ്ങനെ റിപ്പോർട്ടില്ല. ഇതിപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശത്രുതയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ പ്രദീപ്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ എച്ച് ഷാജഹാൻ തന്നെ വീണ്ടും ചേരുന്നു. ഷാജഹാൻ, ഇവിടെ SNDP യൂണിയൻ കായംകുളം സെക്രട്ടറിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച് ഇത്തരത്തിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം നൽകിയിരിക്കുന്നത്. സൗമ്യ, ഇതിപ്പോൾ പ്രദീപ് സംസാരിച്ചതുപോലെ പ്രദീപ് ആ കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണീയരായിട്ടുള്ള സാധാരണക്കാരുടെ പണം എടുത്ത് വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് തട്ടിപ്പെന്നാണ്. കാരണം ബാങ്കിൽ അടയ്ക്കാനുള്ള പണം അത് ബാങ്കിൽ അടയ്ക്കാതെ അത് വകമാറ്റി ചിലവഴിക്കുന്നതിനാണ് തട്ടിപ്പ് പറയുന്നത്. ഇത്തരത്തിൽ എല്ലാ ശാഖാ യൂണിയനുകളും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതും. കാരണം കേരളത്തിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുകയും ബാങ്കിൽ അടയ്ക്കാതിരിക്കുകയും ഒടുവിൽ ഈ സാധാരണക്കാരായ ആളുകൾ ബാങ്കിൽ നിന്നും നോട്ടീസ് വരുമ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായ വിവരം അറിയുകയും ചെയ്യുന്നത്. ഇത്തരം സംഭവങ്ങൾ വ്യാപകമായിട്ട് കേരളത്തിൽ നടക്കുന്നു. അല്ലെങ്കിൽ കോടികളുടെ അഴിമതി ഇത്തരത്തിൽ നടക്കുന്നു. ഒരു ശാഖയിൽ നിന്നും മാത്രം ഇപ്പോൾ അദ്ദേഹം സമ്മതിച്ചത് പ്രകാരം ഏകദേശം 35 ലക്ഷം രൂപയാണ്. ഇത്തരത്തിൽ അദ്ദേഹം സമ്മതിക്കാത്ത തരത്തിലുള്ള പണങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കോടികളുടെ അഴിമതി കായംകുളത്ത് മാത്രം നടന്നു എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കായംകുളത്തും SNDP യൂണിയന്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ സാധാരണക്കാർക്ക് അമിത പലിശയ്ക്ക് വായ്പ നൽകി ഇവരിൽ പലരും ഇപ്പോൾ ബാങ്കിന്റെ ജപ്തി ഭീഷണിയിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഞങ്ങളുമായി പുറത്തുവിടുന്നത്. എച്ച് ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.